എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. പൊന്നുമടത്തിലേക്ക് കയറി വരുന്ന ഗുണ്ടകളെല്ലാം പഞ്ഞിക്കിടുന്നുണ്ട് സേതുമാധവൻ. അവസാനം തന്റെ അനിയത്തിമാരെ കൂട്ടിപ്പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അതിനുശേഷം ഋതുവിനോട് ചോദിച്ചു, നിനക്ക് ഒരു വാക്കെങ്കിലും പറയാൻ മേലായിരുന്നോ? ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വന്ന് ആരോടെങ്കിലും തുറന്നു പറയണം, എങ്കിലല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ ഇങ്ങോട്ട് വന്ന് കയറുമായിരുന്നോ? പൊന്നുമടത്തി വന്ന് മേയുമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ അവന്മാരെയൊക്കെ നേരത്തെ തന്നെ ഞാൻ പഞ്ഞിക്കിടൂലായിരുന്നു ചോദിക്കാം. ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പെട്ടെന്ന് പറഞ്ഞു, അല്ല സേതുവേട്ടാ, ഒരു പക്ഷേ ഋതു അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയണം. എങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഒരുത്തൻ നമ്മുടെ നേരെ കൈ പോയി കഴിയുമ്പോഴത്തേനും അവനെ നമുക്ക് മര്യാദ പഠിപ്പിക്കാൻ പറ്റണം, അറിയാലോ. പറ്റിയില്ലെങ്കിൽ വീട്ടിൽ വന്നത് പറയുമെങ്കിലും വേണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ഉണ്ടാവാനും ചോദിക്കുക. ഇത് കേട്ട ഋതു പറഞ്ഞു, ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല എന്ന് പറയണം. അതെ, നീ പ്രതീക്ഷിക്കണ്ട, പക്ഷെ നിനക്കൊന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പൂർണ്ണിമ അങ്ങോട്ട് വരികയാണ്. എന്താ മോളെ നീ ഇങ്ങനെ? അതെന്നാ സേതുവിന് നീ അന്യനായിട്ടാണോ ഇപ്പോഴും കാണുന്നേ? സേതു ഇല്ലായിരുന്നെങ്കിൽ നീ ഓർത്ത് നോക്കി ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഇത് കേട്ട് സാദി പറഞ്ഞു, അങ്ങനെയാണെ പോലീസിനെ വിളിച്ചാലും. പോലീസിനെ വിളിക്കാൻ പോയിട്ട് നിനക്ക് പോലീസിനെ വിളിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. ഋതുവിന്റെ ഫോണ് 4 പീസായിട്ട് അവിടെ കിടന്നില്ലേ? ഇതുകൊണ്ടാ പറഞ്ഞ വീട്ടിൽ ആണൊരുത്തനുള്ളത് എപ്പോഴും നല്ലതെന്ന്. ഇപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഏട്ടന്റെ വില മനസ്സിലാക്കണം. ഇപ്പൊ മനസ്സിലായല്ലേ സേതു ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്താ സംഭവിക്കാന്ന്? ഇത് കേട്ടോ ഋതു ഒന്നും മിണ്ടിയില്ല. ഋതു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഋതുവിന് തന്റെ തെറ്റ് മനസ്സിലായെന്ന് സേതുമാധവന് മനസ്സിലായി. പല്ലവി പറഞ്ഞു, പോട്ടെ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് വെറുതെ ഋതുവിനോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. വന്നത് വന്നു, ഇനിയിപ്പോ അവന്മാര് വന്ന് ഒരു ശല്യം ചെയ്യാതെ നോക്കിയാൽ മതി എന്ന് പറയാണ്. പെട്ടെന്ന് ഋതു അങ്ങോട്ട് കയറിപ്പോവാ. പുറകെ സ്വാതിയും കൂടെ അങ്ങോട്ട് പോയി. പൂർണ്ണം വന്ന് സേതുവിന്റെ അടുത്ത് വന്നിട്ട്, നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് എന്ത് ചെയ്തേനോ? ഒരു പക്ഷെ മാധവേട്ടന് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. മാധവേട്ടൻ ഇല്ലാത്തോണ്ടാ ഒരു പക്ഷേങ്കിൽ ആ കടയില് ടെക്സ്റ്റൈൽ ഷോപ്പില് ഋതു തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഋതുവിന് പകരം മാധവേട്ടൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും അവിടെ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു പറയാം. ഇത് ഓർത്തും വെറുതെ എന്തിനാ പൂർണ്ണാമനെ വിഷമിക്കണേ? ഇതിന്റെ കാര്യമൊന്നുമില്ല. പൂർണ്ണിമ സങ്കടപ്പെടൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കാൻ പറയണേ. എനിക്കതല്ല പേടി. ഇനിയിപ്പം അച്ഛൻ്റെ കല്യാണമൊക്കെയാ വരാൻ പോകുന്നത്. ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ആ മരിനി വീണ്ടും വരുമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ സേതു പറഞ്ഞു, ആ മാര് വലിയ ഗുണ്ടകളാന്നാ അറിയാൻ കഴിഞ്ഞത് എന്ന് പറയണം. പെട്ടെന്ന് പല്ലവിക്കും വല്ല സങ്കടം. സേതുവേട്ടാ, ഇനി പ്രശ്നമോ? ഇനി പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാര് വല്ലതും വന്ന് ചെയ്യുമോന്ന് ചോദിക്കേ. അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് എന്താണെന്ന് നോക്കാന്നേ. ഒന്നുമല്ലേലും ഞാൻ ആണൊരുത്തനല്ലേ, എന്റെ അടുത്തേക്ക് അവന്മാർ വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അച്ചു പറഞ്ഞു, അതെ സേതുവേട്ടൻ ഇനി വഴക്കിനും വക്കാണത്തിനും പോകണ്ട, എനിക്ക് പേടിയാ. സേതുവേട്ടൻ ആ ഗുണ്ടകൾ വന്ന് വല്ലതും ചെയ്താലോ പുറത്തിറങ്ങുന്ന സമയത്ത്? ഇതേടെ സേതു പറഞ്ഞു, എന്നെ ഒന്നും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നീ എന്തിനാ അച്ചു ഇങ്ങനെ പേടിക്കണേന്ന് ചോദിക്കുക. ഇതേടം പല്ലവി പറഞ്ഞു, കല്യാണമൊക്കെ അല്ല വരാൻ പോണേ, കല്യാണമൊക്കെ വരട്ടെ, അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കണെന്ന് ചോദിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചു പെട്ടെന്ന് അങ്ങോട്ട് തല ഇറങ്ങുവാണ്. തല ഇറങ്ങി അങ്ങോട്ട് വീഴുവാണ്. പെട്ടെന്ന് പല്ലവി ചാടി കയറി പിടിച്ചു. പൂർണ്ണിമ മോളേന്ന് പറഞ്ഞുകൊണ്ട് താങ്ങി പിടിക്കുവാണ്. ഈ ഒച്ചപ്പാടും വേളം അങ്ങോട്ട് അകത്തേക്ക് പോയ ഋതുവും സ്വാതിയെല്ലാം കൂടെ ഓടി ഇറങ്ങി വരുവാണ്. വരുമ്പോ കാണുന്ന കാഴ്ച അച്ചു പുറകോട്ട് മറിഞ്ഞു കിടക്കുന്നതാണ്. പല്ലവി പറഞ്ഞു, ഓടിപ്പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയണം. ബേബി ചേച്ചി കുറച്ച് വെള്ളം കൊണ്ടുവന്നു. പെട്ടെന്ന് സ്വാതിയുടെ മുഖത്തേക്ക് തളിച്ചു. എന്താ കാര്യം ചോദിക്കണം. എന്താണെന്നറിയത്തില്ല, എനിക്ക് ചെറുതായിട്ടൊന്ന് തല കറങ്ങിയെന്ന് പറയണം. ചിലപ്പോൾ ടെൻഷൻ കയറിയതായിരിക്കും. ഈ സീനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അച്ഛനും ആകപ്പാടെ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ, ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും കണ്ടിട്ടില്ലല്ലോ. പൂർണ്ണ പറഞ്ഞു, ബാമോളെ മുറി കൊണ്ടേ കിടത്താന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ കൊണ്ട് അങ്ങോട്ട് മുറിയിലേക്ക് പോവാണ്. അങ്ങനെ അച്ഛനെ കൊണ്ട് മുറി കിടത്തിയിട്ട് ഋതു സ്വാതി അച്ഛൻ്റെ അരികിൽ തന്നെ ഇരിക്കുകയാണ്. പൂർണ്ണിമ പറഞ്ഞു, അതെ അവൾ കുറച്ചേരം കിടന്ന് ഉറങ്ങട്ടെ, ഇപ്പൊ അവളെ ശല്യം ചെയ്യേണ്ടെന്ന് പറയാണ്. പിന്നീട് പൂർണ്ണിമ ഹാളിലേക്ക് വന്നു. പൂർണ്ണിമയ്ക്ക് ആ പടം അസ്വസ്ഥയായിപ്പോയി. കാരണം അച്ഛൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ട്. ഒരു പക്ഷെങ്കിൽ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിട്ട്. പിന്നീട് പല്ലവിയോട് പറഞ്ഞു, അതെ മോള് കുറച്ചേരം കഴിയുമ്പോഴത്തേനും അച്ഛൻ്റെ അരിയിലേക്ക് ഒന്ന് ചെല്ലണം, അവളെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണം. ഒരു പക്ഷെങ്കിൽ ഞാൻ പറയുന്നേക്കാളും നന്നായിട്ട് മോൾക്ക് അവളുടെ അടുത്തിരുന്ന് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാണ്ട് സാധിക്കുന്ന അതൊന്നും ഓർത്ത് പൂർണ്ണാമ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ അച്ഛനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പാവം നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ ആദ്യമായിപ്പോയി സേതുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ വീട്ടിലെ അച്ഛനെയാണ്. അച്ഛന് എന്തെങ്കിലും തളർക്കം വന്നോർത്ത് സേതുവിന് സഹിക്കോ? പെട്ടെന്ന് സേതു പറഞ്ഞു, പൂർണ്ണാമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോയാലെന്ന് ചോദിക്കുക. എന്തിന്? അത് തല കറങ്ങിയത്, അത് കുഴപ്പമൊന്നുമില്ല, അവൾക്ക് ടെൻഷൻ കരുതുകൊണ്ടാന്ന് പറയാ. എന്നാലും എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. ഇനിയിപ്പോ വെച്ചോണ്ടിരുന്നിട്ട് ഇനിയും തലകറക്കം ഉണ്ടായാലോ? അങ്ങനെയൊന്നുമില്ല സേതു ഇത് ആദ്യമായിട്ട് കാണുന്നോണ്ടുള്ള പ്രശ്നം, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണ. എന്നാലും സേതുവിന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. എന്നാ അവൻ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇനി വീട്ടിൽ കയറി തല്ലിയവനെ മേലാലെങ്ങാനും തന്റെ കൺമുന്നിൽ കണ്ട അവനെ താൻ പഞ്ഞിക്കിടുന്നൊക്കെ
സേതു പറയാണ്. പിന്നീട് സേതു മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി പറഞ്ഞു, എന്താണല്ലോ ഇന്നലത്തെ അടി കൊള്ളാന്ന് പറയാണ്. എന്ത്? അല്ല സേതുവേട്ടന്റെ അടിയേ, അതിപ്പോഴാണ് നീ കാണുന്ന ചോദിക്കുകയാണ്. എന്റെ സേതുവേട്ടാ, സേതുവേട്ടൻ എന്താണ് നല്ലൊരു ഇമേജ് ആ പൊന്നുമടത്ത് കിട്ടിയിരിക്കുന്നു പറയണേ. പെങ്ങന്മാരുടെ ഇടയിൽ ഇപ്പൊ വലിയേട്ട ഹീറോ ആയിരിക്കില്ലേ എന്ന് ചോദിക്കാം. നീ ഒന്നും മിണ്ടായിരുന്നേ, എന്റെ ദേഹത്തിനൊക്കെ നല്ല വേദന ഉണ്ടെന്ന് പറയണ. ആഹാ, അത് കൊള്ളാലോ. അപ്പം അടിച്ചപ്പോഴേ നന്നായിട്ട് കിട്ടിയില്ലേന്ന് ചോദിക്കണേ. പിന്നെ അടിക്കുമ്പോൾ കൈയും കാലും അടിക്കാതല്ലേ അനക്കാതല്ല ഞാൻ അടിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കം ഉണ്ടാകുമ്പോഴത്തേനും നമുക്കും കിട്ടുമല്ലോ ഇടയ്ക്ക് ഓരോന്ന്. അപ്പൊ അതിൻ്റെതായ വേദനകളും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശ്രേത പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറയണേ. അപ്പോഴേ ശ്രീഹരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ശ്രീഹരി അങ്ങോട്ട് ഫോണും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴാണ് പല്ലവി അങ്ങോട്ട് വരുന്നത്. പല്ലവി വന്നിട്ട് ചോദിച്ചു, എന്താ സേതുവേട്ടാ, സേതുവേട്ടൻ ദേഹമൊക്കെ വേദന എടുക്കുന്നുണ്ടെന്ന്. ഇല്ല, ആ മുഖം കണ്ടറിയാൻ നല്ല വേദന ഉണ്ടെന്ന്. അതെ, ഞാൻ ഇച്ചിരി ചൂട് പിടിക്കട്ടെ എന്ന് ചോദിക്കും. ചൂടോ? വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. ദേ സേതുവേട്ടൻ വെറുതെ നാണിച്ചു നിന്നിട്ട് കാര്യമില്ല, ഞാൻ പോയി കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകണം. പിന്നീട് കുറച്ച് വെള്ളം അങ്ങ് തിളപ്പിച്ചുകൊണ്ട് വരിക. അങ്ങനെ വെള്ളം തിളപ്പിച്ചുകൊണ്ട് വെച്ചിട്ട് ഒരു തോർത്തും കൂടെ എടുത്തു. സേതു പറഞ്ഞു, ഞാൻ പിടിച്ചോളാന്ന് പറയാം. സേതുവേട്ടൻ എങ്ങനെയാ പിടിക്കുന്നത്? ഞാൻ പിടിച്ചുതരാം, അങ്ങ് തിരിഞ്ഞിരിക്കുക. ആ ഷർട്ട് ഒന്ന് ഊരാൻ പറയണ. ഷർട്ട് ഊരാനോ? വേണ്ട വേണ്ട, ഷർട്ട് ഒന്ന് ഊരുണ്ടെന്ന് പറയണ. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക സേതുവേട്ടാ, ആ ഷർട്ട് ഊരിട്ട് അങ്ങ് തിരിഞ്ഞിരിക്കുക. പുറത്തൊക്കെ ഞാൻ ചൂട് പിടിക്കാം. ആ കൈക്കൊക്കെ കുറെ നാളുകൾക്ക് ശേഷം സേതുവേട്ടൻ്റെ കൈയൊക്കെ ഒന്ന് അനങ്ങിയതില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടോ സേതു പറഞ്ഞ, അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, അങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ മതി എന്ന് പറയണ. പിന്നീട് പല്ലവി എന്ത് ചെയ്യുക, ചൂടുവെള്ളം എടുത്തിട്ട് സേതുവിന് ചൂടിരിക്കുക. അയ്യോ പതുക്കെ, നല്ല ചൂടുണ്ടെന്ന് പറയാ. നല്ല ചൂട് വേണം, എന്നാലേ പെട്ടെന്ന് കുറയത്തുള്ളൂ. നാളെ എഴുന്നേറ്റ് നടക്കണ്ടേ. ഇനിയിപ്പൊ പെങ്ങന്മാര് 3 പേര്, പിന്നെ പൂർണ്ണിമാമൻ ഞാനും എല്ലാം ഉണ്ട്. ഞങ്ങളെയൊക്കെ സംരക്ഷിക്കണമെങ്കിലേ നാളെ ബാക്കിയുള്ളവരോട്ട് അടി ഉണ്ടാക്കണ്ടല്ലേന്ന് ചോദിക്കും. നീ എന്നെ കളിയാക്കിയതാണോ? കളിയാക്കിയതൊന്നും അല്ല, ഞാൻ ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞ. അതെ, ഈ തല്ലും വഴക്കൊക്കെ ഇവിടത്തോടെ അങ്ങോട്ട് അവസാനിപ്പിച്ചോ. പറഞ്ഞു കേട്ടല്ലോ, ഇനി ഒരു വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വിൽപത്രത്തെ എന്താ എഴുതി വെക്കുന്ന അറിയാലോ. ഒരു ക്രിമിനൽ കേസിൽ എന്തെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വത്തുക്കളുടെ ഒക്കെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട വരുമെന്ന് പറയാം. സേതു പറഞ്ഞു, എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇതിന്റെ പിന്നിൽ ആരോ ഒരാൾ കളിച്ചിട്ടുണ്ടെന്ന് പറയണേ. ഇത് കേട്ടും പല്ലവി ചോദിച്ചു, അതാരാ? എനിക്ക് നല്ല സംശയം പ്രതാപന്. അവനെങ്ങാനും ആണോ? അവനാണ് മിക്കവാറും ഇതിന്റെ പിന്നിൽ. ഒരു പക്ഷേങ്കിൽ ആ ഗുണ്ടകൾ വെറുതെ വന്നായിരിക്കില്ല. ഈ വീട് ലക്ഷ്യമാക്കി അവന്മാര് വരണമെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രതാപനായിരിക്കണം. ഒരു പക്ഷെ ആ വിൽപത്രത്തിലെ കാര്യങ്ങളൊക്കെ ലംഘിക്കുവാണെങ്കിൽ. ഇത് കേട്ടതും പല്ലവി ഓർത്തു, ശരിയാണ്, പ്രതാപനാണ് ഇതും കൊണ്ട് നേട്ടം ഉണ്ടാകുന്നത്. സേതുമാധവനെ വീട്ടിൽ നിന്ന് ചാടിക്കാനായിട്ട് പ്രതാപൻ പുതിയ തന്ത്രം എടുത്തിരിക്കുന്നതാണോ? അതും പറയാൻ പറ്റില്ല. അച്ഛന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ സേതുവിനെ വീട്ടിൽ നിന്ന് പുറത്തിയടിക്കാനുള്ള ഒരു പുതിയ തന്ത്രമാണെന്നും പറയാൻ പറ്റില്ല. പിന്നീട് നന്നായിട്ട് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീഹരി അങ്ങോട്ട് വരുന്നത്. ശ്രീഹരി ഉണ്ട് ഈ കാഴ്ചയൊക്കെ. ആഹാ കൊള്ളാലോ, സേതുവേട്ടനെ ഗുണ്ടകളൊക്കെ അടിച്ചോടിച്ചു കഴിഞ്ഞിട്ട് സേതുവേട്ടൻ ഇപ്പൊ ട്രീറ്റ്മെന്റ് കിട്ടിയിരിക്കുന്നു, അതും പല്ലവി ചേച്ചിയുടെ. പെട്ടെന്ന് ശ്രീഹരി അവിടെ പമ്മി നോക്കുകയാണ്. ഇപ്പോഴങ്ങോട്ട് കയറി ചെന്നിട്ട് ശരിയാവത്തില്ല, കുറച്ചുകൂടെ അവിടെ തനിച്ചിരിക്കട്ടെ. അങ്ങനെ ചൂട് പിടിച്ചപ്പോ പല്ലവി പറഞ്ഞു, എന്നാ ശരി സേതുവേട്ടൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പല്ലവി പോയി കഴിഞ്ഞോണ്ട് ശ്രീഹരി അങ്ങോട്ട് കയറി വന്നു. ശ്രീഹരി കയറി വന്നിട്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, നല്ല കളിയായല്ലോ എന്ന് പറയാം. എന്ത്? പല്ലവി ചേച്ചി വന്ന് ചൂടൊക്കെ പിടിച്ചിരിക്കുന്നു, അങ്ങോട്ട് ആസ്വദിച്ച് കിടക്കുന്നുണ്ടല്ലോ, നീ ഒന്ന് പോടാന്ന് പറയാണ് അവിടുന്ന്. പിന്നെ ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയണേ. അപ്പോഴാണ് സേതുവിന്റെ ഫോണിലേക്ക് കുറുപ്പമ്മാന്റെ കോള് വരുന്നത്. സേതു കോൾ എടുത്തു. എന്താ കുറുപ്പമ്മ, എന്താ വിളിച്ചേന്ന് ചോദിക്കാം. അല്ല അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നെന്ന് കേട്ടു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണേ. അത് സേതു, ഇന്ന് ഇവിടെ വെച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്താന്ന് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നില് ആരുടെ ഒരു കറുത്ത കൈകളുണ്ടോ എന്ന് ചെറിയ സംശയം ഉണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ആ പ്രതാപന്റെ ആയിരിക്കും എന്ന് പറയാം. ആ പ്രതാപം മിക്കവാറും എന്നെ പുറത്തെ അടിക്കാനുള്ള പരിപാടി ആയിരിക്കും കുറുപ്പമാവെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് സൂക്ഷിച്ചോണം, നിന്നെ കണക്കൂട്ടി ആരാണെങ്കിലും വന്നിരിക്കുന്നേ, നീ വിട്ടുകൊടുക്കരുതെന്ന് പറയണം. അറിയാലോ കുറുപ്പമാവ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഇത് കുറുപ്പമ്മ പറഞ്ഞു, നീ എന്തേലും ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ പേര് പറഞ്ഞ് നിന്നെ ഇവിടുന്ന് പുറത്തി അടിക്കാനിരിക്കും അവരുടെ പ്ലാന്. അതുകൊണ്ട് നീ നോക്കിയും കണ്ടും വേണം, ഒരു കരുതൽ എപ്പോഴും വേണമെന്ന് പറയാം. അതൊക്കെ എനിക്കറിയാന്ന് പറയാണ്. അത് പ്രതാപന്റെ പണി തന്നെയായിരുന്നു. പ്രതാപൻ സേതുവിനെ വീട്ടിൽ നിന്ന് പുറത്തി അടിക്കാനായിട്ട് ഗുണ്ടകളെ പറഞ്ഞു വിട്ടാ. അത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നം പറഞ്ഞ് വീട്ടിലേക്ക് ഒന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. സേതു കയറി ഇടപെടും. അങ്ങനെ ഇടപെടുവാണെങ്കിൽ പിന്നീട് ഗുണ്ടകൾ സേതുവായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്യും. പിന്നീട് അവർക്കൊരു കാരണമാകി തീരുകയും ചെയ്യും. അങ്ങനെ സേതുവിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടാക്കാന്ന് പ്രതാപൻ തീരുമാനിച്ച കാര്യമായിരുന്നത്. ഇത് സേതുവിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ പല്ലവി കോളേജിലേക്ക് പോകണം. അങ്ങനെ കോളേജിലേക്ക് പോകുന്ന സമയത്താണ് പാറുവിനെ കാണുന്നത്. പിന്നീട് അവര് വഴിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ നടന്ന കാര്യങ്ങൾ, വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം പല്ലവി പാറുവിനോട് പറയും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പാറു പറഞ്ഞു, എനിക്ക് തോന്നുന്നു സേതുവേട്ടൻ പറഞ്ഞ പോലെ തന്നെയാ ഇതിന് പിന്നിൽ ആരും ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഒരു കാര്യമില്ലാതെ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും
കൂടുതലൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല. സേതുവേട്ടൻ എങ്ങാനും പോയിട്ടുണ്ട് അറിയാലോ. സേതുവേട്ടനാണെങ്കിൽ വെട്ടൊന്നും മുരണ്ടെന്നുള്ള സ്വഭാവ. അവന്മാരുടെ വേര് സഹിതം ചെകഞ്ഞെടുക്കും. പിന്നെ എന്താ ചെയ്യാൻ പോകുന്ന പോലും അറിയത്തില്ല. തൽക്കാലം സേതുവേട്ടനെ ഒന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് പറയണം. പിന്നെ പറഞ്ഞിട്ട് അല്ല വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് ചേച്ചിനെ കാണാത്തതിന്റെ വിഷമമൊക്കെ ഉണ്ടെന്ന് പറയണം. അത് സാരമില്ല മോളെ, എനിക്കിപ്പോ അവിടെ ഒരു കുഴപ്പമില്ല. പോരാത്തന്നെ അച്ഛന്റെ കല്യാണമല്ലേ വരാൻ പോണേ. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡിവോഴ്സ് ഒക്കെ കിട്ടിയതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വരുന്നുള്ളൂ അറിയാലോ. ഇനി ആ ഇന്ദ്രൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എല്ലാം അവന്റെ ഒരു നാടകം മാത്രം. എത്രയും നാളും അവൻ കളിച്ചോണ്ടിരുന്നേ. അങ്ങനെയാണെങ്കിൽ അവൻ മിക്കവാറും എന്റെ നേരെ ഇനിയും വരും. അപ്പൊ എനിക്ക് ഡിവോഴ്സ് കിട്ടാതെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ലെന്ന് പറയാം. പാർവ്വൻ ചേച്ചി സൂക്ഷിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവൻ എന്തേലും ചെയ്യുമെന്ന് പറയണം. ഓ അങ്ങനെയൊന്നും എനിക്ക് പേടിയില്ല. പിന്നെ പൊന്നുമടത്തിലാണെങ്കിൽ എനിക്കൊരു സുരക്ഷിതത്വം ഉണ്ട്. നിന്റെ കാര്യത്തിലാണ് എനിക്ക് ടെൻഷൻ വേണ്ട. ഞാൻ ആ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ആ ഇന്ദ്രൻ വന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിന്നെയും കൂടെ എന്തെങ്കിലും ചെയ്യുവോ എന്നൊരു പേടിയൊക്കെ എന്റെ മനസ്സിലുണ്ടെന്ന് പറയാം. അതൊന്നും ഓർത്ത് ചേച്ചി പേടിക്കണ്ടെന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാർ ചീറിപ്പാഞ്ഞ് അങ്ങോട്ട് വരുന്നത്. അത് മറ്റാരും വരുന്നില്ല, അത് രാജലക്ഷ്മി ആയിരുന്നു. കാർ ചീറിപ്പാഞ്ഞു അവരോട് അങ്ങ് വന്നു. അപ്പത്തേനും പല്ലവിയും അവള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യണം, കാർ ആ ചെളിവെള്ളത്തിനകത്തേക്ക് ഒറ്റ ചാടിയിൽ അങ്ങോട്ട് ചാടിക്കുവാണ്. പാറുവിന്റെ ദേഹം മുഴുവൻ അങ്ങോട്ട് ചെളിവെള്ളത്തിൽ കുളിച്ച് നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം പോലും എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി പല്ലവിക്കോട് പാറുവിനും കൂടെ. പെട്ടെന്ന് പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു. പല്ലവി എന്ത് ചെയ്യണം, കാറിന്റെ പുറകെ ഓടിച്ചല്ലോ. അപ്പൊ കണ്ണാടിച്ചില്ലിൽ കൂടെ രാജലക്ഷ്മി കണ്ടത്. പെട്ടെന്ന് രാജലക്ഷ്മി കാർ നിർത്തി ഇറങ്ങി അങ്ങോട്ട്. എന്താടി എന്താ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിയുമ്പത്തേനും പല്ലവി പറഞ്ഞു, അവിടെ നിന്നേ, നിങ്ങൾ എന്താണ് എങ്ങോട്ടായി പോകാൻ പോകുന്ന ചോദിക്കണം. അങ്ങനെ പല്ലവിയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കും. അതെ എന്റെ പാറിന്റെ മേത്തേക്കാ നിങ്ങളാ ചെളിവെള്ളം തിളപ്പിച്ചതെന്ന് പറയണം. അതിനിപ്പോ എന്താ കുഴപ്പം? റോഡ് സൈഡിൽ നിന്ന് മാറി ഇന്ന് സംസാരിക്കണം. റോഡിന്റെ നടുക്കേക്ക് കയറി നിന്നിട്ടുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പറയാം. ഓഹോ അങ്ങനെയാണല്ലേ. ഇത് റോഡിന്റെ സൈഡാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? ഞങ്ങളിവിടെ മാറി എന്നല്ലേ സംസാരിച്ചോണ്ടിരുന്നേ. അത് ചെളിവെള്ളത്തിന്റെ അടുത്തൂടെ പോകുമ്പോ മര്യാദയ്ക്ക് പോണ്ടേ നിൽക്കോ? ഓ ചെളിവെള്ളം ഉണ്ടാക്കിയിട ഞാനല്ലല്ലോ. അത് മഴ പെയ്ത് കഴിഞ്ഞപ്പോ തന്നെ റോഡ് ഉള്ളതുകൊണ്ട് വന്നതാ. അതിനിപ്പോ എന്നെ കുറ്റം പറയുന്ന കാര്യമില്ല. കാറാകുമ്പോൾ ചെളിവെള്ളത്തിനകത്ത് ചാടും. ചിലപ്പോൾ ദേഹത്ത് കുറച്ച് വെള്ളം വീണെന്നിരിക്കും. അതിനകത്ത് ഇപ്പൊ എന്താ കാര്യം ചോദിക്കോ? ഓഹോ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന് ക്ഷമ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയും. ഇത് കേട്ടതും രാജലക്ഷ്മി പറഞ്ഞത് ക്ഷമ പറയാനാ ഞാനാ? നല്ല കഥയെ. ഈ പീക്കരി പെണ്ണോട് ഞാൻ ക്ഷമ പറയാനായിട്ട് ഞാൻ ആരാന്നറിയോ? ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മിയാന്ന് പറയണം. നിങ്ങൾ ഏത് പ്രസ്ഥത്തിലെ രാജലക്ഷ്മിയാണെങ്കിലും കുഴപ്പമില്ല. അതെ അതും പോരാത്തന്നെ നിന്റെ അമ്മായിമ്മയാ. ഇപ്പോഴും ആ സ്ഥാനമുണ്ട്. ആ സ്ഥാനം പോയിട്ടില്ലെന്ന് പറയാ. ആ സ്ഥാനമൊക്കെ അവിടെ വെച്ചാൽ മതി. എനിക്കിപ്പോ ആ സ്ഥാനത്തിന്റെ കാര്യമൊന്നുമില്ല. അതെ മര്യാദയ്ക്ക് ഇതേ പാറുകൊണ്ട് സോറി പറഞ്ഞിട്ട് കൂടെ പോയാൽ മതി. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞിട്ട് പോണല്ലോ. പിന്നെ ഇവളോട് ഞാൻ സോറി പറയാനായിട്ടാ. അത് നടന്നാ തന്നെ, വേറെ പണിയൊന്നുമില്ല. നീ പോ എന്റെ പല്ലവി എന്ന് പറയണം. ആഹാ അങ്ങനെയാണോ? അന്നാ നിങ്ങളെ കാണിച്ചു തരാന്ന് പറയണം. നിനക്ക് സോറി പറയാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ തന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പല്ലവി അവിടെ വലിയൊരു കല്ല് കിടപ്പുണ്ടായിരുന്നു. ആ കല്ലെടുത്തിട്ട് ആ വെള്ളത്തിനകത്തേക്ക് ഇടുവാണ്. ആ ചെളിവെള്ളത്തിനകത്ത് നിന്ന് ചെളികളും മൊത്തം നേരെ തെറിച്ചത് രാജലക്ഷ്മിയുടെ മേത്തേക്കാ. രാജലക്ഷ്മിക്ക് എന്ത് ചെയ്യണം നടത്തില്ലോ. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമല്ലേ? നിന്നെ ഒരു പാഠം പഠിപ്പിക്കണം പറയാ. അതെ പകരത്തിന് പകരം നിങ്ങളോട് മര്യാദയ്ക്ക് സോറി പറയാൻ പറഞ്ഞു. നിങ്ങൾക്കത് കേൾക്കാൻ കൂട്ടാക്കില്ല. അതെ ചെളിവെള്ളമാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കല്ലൊക്കെ വീണെന്നിരിക്കും, ഇങ്ങനെ വെള്ളമൊക്കെ തെറിച്ചെന്നിരിക്കും. നിങ്ങൾ പോകാൻ നോക്ക് കാറി കയറി. ഒരു വലിയ രാജലക്ഷ്മി വന്നിരിക്കുന്നു ഇന്ദ്രപ്രസ്ഥരെ. അതെ നീ ചെവിയാൻ നുള്ളിക്കേടി, ഇതിനുള്ള പകരം ഞാൻ നിന്നോട് വീട്ടിയിരിക്കും എന്നൊക്കെ വെല്ലു വിളിച്ചിട്ടാണ് രാജലക്ഷ്മി അങ്ങോട്ട് കാറി കയറി പോവാ. പാറുവിന് ഭയങ്കര ടെൻഷനെ. പാർവൺ ചേച്ചി ഇനി അവര് വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട്? നീ ധൈര്യമായിട്ട് പൊക്കോ മോളെ. ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ല. ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞിട്ട് പാർവിനെ അങ്ങനെ ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് വിട്ടിട്ട് പല്ലവി പൊന്മടത്തിലേക്ക് വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇതിന് ശേഷം ഇനിയിപ്പം നമ്മൾ അടുത്ത ദേവതയുടെ സച്ചിയുടെയും വിശേഷങ്ങളും ബാലന്റെയും ഗോമതി എന്നിവരുടെ ആദർശനും നയയുടെ എല്ലാവരുടെയും തന്നെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അപ്പം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.